ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടാക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടിയിട്ട് ആദ്യത്തെ ശമ്പളത്തിന്റെ പകുതി സരയുവിന്റെ കൈകളിലേക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കാണ്. സരയുനോട് പറയുന്നുണ്ട്, എന്തായാലും നിന്റെ ആദ്യത്തെ ശമ്പളത്തിന്റെ പകുതിയാണിത്, നിനക്കും ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ സരയു, അതുകൊണ്ട് നീ ഇത് വാങ്ങിക്കേ എന്ന് പറഞ്ഞ് കൊടുക്കാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, സരയു നല്ലൊരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് നാളൊരു സമയത്ത് ഈ പൈസ കൊണ്ട് കൂട്ടി വെച്ചിട്ട് സരയുവിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വീട് വെക്കാൻ സാധിക്കും എന്ന് പറയാണ്. കിരൺ പറയണ്ട്, കല്യാണി എന്നാ പൈസ കൊടുത്തേക്ക് എന്ന് പറയുമ്പോ സരയുടെ മുമ്പിലേക്ക് ആ പൈസ നീട്ടുവാട്ടോ കല്യാണി. അത് രണ്ട് കൈ കൊണ്ട് സരയു വാങ്ങിക്കുന്നുണ്ട്. ശേഷം കല്യാണിന്റെ കൈകൾ പിടിച്ച് സരയു ഇങ്ങനെ കൈകൾ ഇങ്ങനെ മുഖത്തോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്താ സരയു എന്ന് കല്യാണി ചോദിക്കുമ്പോ, നിങ്ങളൊക്കെ എത്ര നല്ല മനുഷ്യരാണ്, നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് അതിലൊക്കെ വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലതേ കിട്ടൂ, ഇതൊക്കെ ഞാൻ എന്റെ ജീവിതാനുഭവം കൊണ്ട് പറയാട്ടോ. ഞാനേ ആദ്യമായിട്ട് നിങ്ങൾ എനിക്ക് ശമ്പളം തരുമല്ലേ, ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും, കുറച്ച് ഡ്രസ്സുകൾ വാങ്ങണം അമ്മമാർക്ക് കുഞ്ഞിനെ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ ഇറങ്ങുവാണേ എന്ന് വേണ്ട സരയു സന്തോഷത്തോടു കൂടി തന്നെ ആ പൈസ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. പോയി കഴിയുമ്പോഴേക്കും കിരൺ കല്യാണത്ത് പറയുന്നുണ്ട്, അവൾക്ക് വന്നത് വളരെ നല്ല മാറ്റം തന്നെയാ അല്ലേടോ. അതെ സരയു ശരിക്കും മാറി, അതെ എനിക്കും അത് മനസ്സിലായി എന്ന് കല്യാണിയും പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്ന സരയു കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയിക്കണ രൂപയുടെ അടുത്തേക്കാട്ടോ. ബെല്ലടിക്കുമ്പോ യാമിനിയാണ് വാതിൽ തുറക്കണത്. ആഹാ, ഇതാരാ വന്നേക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അമ്മയില്ലേ, ഓ പിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കാണ്. ആഹാ, ഇതാര്, സരയോ, വാ എന്ന് പറയണ്ടപ്പോഴേക്കും സരയുവിനെ കാണുമ്പോൾ തന്നെ ഷാരി ഓടി വരണം. ആ മോളെ എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. അപ്പോ അങ്കിൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ, ഞാനിവിടെ ഉണ്ട് സരിയോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനയും വരെയാണ്. അല്ല, കയ്യിൽ കുറെ കിറ്റൊക്കെ ഉണ്ടല്ലോ എന്ന് യാമിന് ചോദിക്കുമ്പോ, എനിക്ക് ശമ്പളം കിട്ടി, അതിന്റെ പൈസ കൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചതാ എന്ന് പറയുമ്പോ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അതിനെ നിനക്ക് ശമ്പളം കിട്ടാൻ 1 മാസം ആയിട്ടില്ലല്ലോ, അങ്കിളുടെ മോനെ ശമ്പളത്തിന്റെ പകുതി എനിക്ക് തന്നു എന്ന് പറയാണ്. അങ്ങനെ പറ എന്ന് പറയുമ്പോഴേക്കും രൂപ പറയണ്ട്, എന്തിനാ ഇത്ര ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പൈസ കളഞ്ഞത്, അത് ഇത്രയും നാള് എന്നെ നോക്കി വളർത്തിയ എന്റെ അമ്മമാർക്കും അതുപോലെ എന്നെ സ്നേഹിച്ച ആന്റിക്കും അങ്കിളിനും മോൾക്കൊക്കെ ഒരേ ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് തോന്നി, പിന്നെ യാമിനി ചേച്ചിക്കും ഡ്രസ്സ് ഉണ്ട് കേട്ടോ എന്ന് പറയാണ്. അല്ല, യാമിനി ചോദിക്കണ്ട, അല്ല അമ്മ എന്ന് പറയുമ്പോ ഈ അമ്മയാണോ അതോ പെറ്റമ്മയാണോ, ഏതമ്മേനെയാ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സരിയ പറയണ്ട, ഞാൻ ഈ അമ്മേനെ തന്നെ ഉദ്ദേശിച്ചത്, ഇത്ര നാളെന്നെ വളർത്തി വലുതാക്കിയത് ഈ അമ്മയല്ലേ, ഞാൻ അമ്മേന്ന് ആദ്യമായിട്ട് വിളിച്ചതും ഈ അമ്മേനെ തന്നെയാ, അതുകൊണ്ട് ഈ അമ്മക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനും കൂടിയിട്ട് ഞാൻ വന്നത് എന്ന് പറയുമ്പോ ഷാരിക്ക് അത് കേൾക്കുമ്പോ സന്തോഷാവാണ്. ഷാരിയുടെ കണ്ണ് നിറയുമ്പോ രൂപക്കും സന്തോഷാവുന്നുണ്ട് കേട്ടോ. രൂപ അതിനുശേഷം ഷാരിക്ക് ആ ഡ്രസ്സ് സരിയു കൊടുക്കാണ്. അതിനുശേഷം രൂപക്ക് കൊടുക്കുന്നുണ്ട്. വാങ്ങിക്ക് രൂപ എന്ന് ചന്ദ്രസേനൻ പറയുമ്പോ രൂപ പറഞ്ഞിട്ട്, ഇത്രയും പൈസ ഒന്നും കളയേണ്ട കാര്യം ഉണ്ടായില്ല, നീ നിന്റെ അമ്മക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നു, താരക്ക് ഷാരിക്ക് ഞങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, മോൾക്കും അതെ, നീ നിന്റെ അമ്മക്കും നിനക്കും എന്തെങ്കിലും വാങ്ങിച്ചാ പോരായിരുന്നോ, അത് പോരാ ആന്റി, ആദ്യത്തെ ശമ്പളല്ലേ, എല്ലാവർക്കും വാങ്ങിച്ചിടണമെന്ന് എനിക്ക് തോന്നി, യാമിനി ചേച്ചി ഇന്ന് എന്ന് പറഞ്ഞ് കൊടുക്കാണ്. എനിക്കിതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാണ്. ശേഷം സരിയു പറയുന്നുണ്ട്, ഇത്ര നാള് എന്റെ ജീവിതം വല്ലാത്തൊരു ദുരന്തമായിരുന്നു, ഞാൻ ആർക്കോ വേണ്ടി സ്വയം ജീവിതം നശിപ്പിക്കുമായിരുന്നു, ഇപ്പൊ എനിക്ക് മനസ്സിലായി സ്നേഹം എന്താണ്, കടപ്പാട് എന്താന്നൊക്കെ, അത് ഞാൻ പഠിച്ചത് ആന്റിയുടെ മരുമകളുടെയും അതുപോലെ തന്നെ മോന്റെ അടുത്ത് നിന്നിട്ടാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറയുന്നുണ്ട്, നീ നേരത്തെ സിവിൽ എഞ്ചിനീയർ ഒക്കെ നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ നിനക്കിപ്പോ സ്വന്തമായിട്ട് ഒരു പൊസിഷൻ തന്നെ ഉണ്ടാവുമായിരുന്നല്ലോ എന്ന് പറയുമ്പോ സരിയു പറയുന്നുണ്ട്, അതൊരു കണക്കിന് നന്നായില്ല എങ്കിലെ, അങ്ങനൊന്നും ആവാതിരുന്നത്, അങ്ങനെയൊക്കെ തന്നെ ആയെങ്കിൽ അങ്കിളുടെ മോനെ ഞാൻ വിവാഹം കഴിച്ചാന്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മരുമകളായ കല്യാണിനെ കിട്ടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ആവാത്തത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു മരുമകളെ കിട്ടിയത് എന്ന് പറയാണ്. എന്തായാലും ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരാം, മോളെന്തേ ഉറങ്ങുവാണോ, ഇല്ല കളിക്കുക, എന്റെ മോളെന്ന് ഞാൻ കാണട്ടെ, ശരി പോയി കണ്ടിട്ട് വാ എന്ന് രൂപ പറയാണ്. സരി അകത്തേക്ക് പോകണ്ട്. അപ്പോ ചന്ദ്രസേന രൂപ എടുത്ത് പറയുന്നുണ്ട്, അവളുടെ നല്ല മാറ്റമാണ് അല്ലേടോ, അതെ അവള് ശരിക്കും മാറി, പക്ഷെ അവൾക്ക് ഇപ്പോഴും ശത്രുതയുണ്ട് ഒരാളോട്, ആ മനോഹരനോട്. അത് ചന്ദ്രേട്ടൻ പറഞ്ഞാൽ ശരിയാ എന്ന് രൂപയും പറയണ്ട്. അകത്തേക്ക് കയറിയ സരി വേഗം തന്നെ കുടിയുടെ അടുത്തേക്ക് പോവാട്ടോ. മോളെ ചക്കരെ, അമ്മേനെ ഓർമ്മയുണ്ടോടി, ദേ നോക്കിക്കേ കുറെ കളിപ്പാട്ടം അമ്മ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മോൾക്ക് കളിപ്പാട്ടമൊക്കെ കാണിച്ചു കൊടുക്കാണ്. ആ സമയത്ത് ഷാരി പറയുന്നുണ്ട്, മോളെ
നമ്മുടെ ജീവിതം വല്ലാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കിരണും കല്യാണിയും ഇവരൊക്കെ എത്ര നല്ല ആൾക്കാരാ മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഈ ആമിനെക്കാളും താഴ്ന്ന ജീവിക്കണത്, പക്ഷെ എന്നാലും അതിലൊരു സമാധാനം ഉണ്ട് മോളെ. ശരിക്കും നമുക്ക് പിച്ചെടുക്കേണ്ടി വന്നില്ലല്ലോ, അതന്നെ മഹാഭാഗ്യം. മോളെ എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ ഒരുപാട് ഇവരെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം നമ്മളിനി ഇവരെയൊക്കെ സ്നേഹിച്ച് ജീവിച്ചാൽ മതി മോളെ. ഞാൻ പറഞ്ഞത് മോളുടെ മനസ്സിൽ നിന്ന് മനോഹറിനെ എടുത്തു കളയണം. അവനെ മറന്നേക്ക് മോളെ എന്ന് ഷാരി പറയുമ്പോ സരിയോ പറയണ്ട്, അവനെ മറക്കാനോ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല അമ്മ. അവന് എന്റെ ജീവിതം ഈ വിധത്തിലാക്കിയത് അവനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അമ്മയെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് മോളെ. കാരണം നാളെ അവനെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അതോടെ എന്റെ ജീവിതം തീരും. ഞാൻ അവനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ ജയിലിലേക്കോ അല്ലെങ്കിൽ ഞാൻ മരിക്കുകയോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മമാര് സേഫ് ആയിരിക്കണം, എന്റെ മോള് സേഫ് ആയിരിക്കണം. എന്തായാലും നല്ല ശമ്പളം അവർക്ക് തന്നിരിക്കുന്നത്. ആ പൈസ, ബാക്കി പൈസ ഞാൻ മോൾക്ക് വേണ്ടി സേവ് ചെയ്യും. ഞാൻ എന്നാ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് ഇറങ്ങാണ്. ശേഷം താരക്കും ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. താര ആ സാരി കാണുമ്പോൾ സൂപ്പർ ആണെന്ന് പറയാണ്. അമ്മക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ എന്ന് താര പറയുന്നുണ്ട്. എനിക്ക് പകുതി ശമ്പളേ തന്നുള്ളൂ, പക്ഷെ പകുതി ശമ്പളം തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ശമ്പളം അവരെനിക്ക് തരാൻ പോവാണെന്ന്. പകുതി ശമ്പളത്തിൽ നിന്ന് ഇത്രയും ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഒരുപാട് മിച്ചമുണ്ട്. ഞാനത് മോളുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് ഇട്ടാലോ എന്ന് ആലോചിക്കുക. മോളുടെ പേരിൽ സേവിങ്സ് ഒക്കെ വേണമല്ലോ എന്ന് പറയാണ്. മോൾക്ക് ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് താര അകത്തേക്ക് പോവാണ്. സരിയെ ഭയങ്കര സമാധാനത്തോടു കൂടി തന്നെ ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാട്ടോ. പിന്നീട് കാണിക്കാൻ ഡോക്ടറെയാണ്. ഡോക്ടർ കല്യാണി എടുത്തും കാർത്തിക് എടുത്ത് പറയണ്ട്, പ്രകാശിന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ്, വീട്ടിലേക്ക് പോയാലും സൂക്ഷിക്കണം. ഒരു ചെറിയൊരു നൂൽനാഴിലേക്കാണ് അയാളുടെ ജീവൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അയാളുടെ അറിയാലോ കിഡ്നിയും കരളും ഒക്കെ പണിമുടക്കിയിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ശരിക്കും സൂക്ഷിക്കണം. ഹൃദയവും അതുപോലെ തന്നെയായി. അതുകൊണ്ട് അയാൾക്ക് വേദന കൊടുക്കുന്ന ഒന്നും, മനസ്സിന് ഭാരം കൊടുക്കുന്നതും വേദനിക്കുന്നതൊന്നും പറയാനോ ചെയ്യാനോ പാടില്ല. അയാൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അയാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നൊക്കെ പറയാണ്. അത് കേൾക്കുന്നത് കല്യാണി പറയണ്ട, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ICUവിനുള്ളിൽ കയറിയപ്പോഴേക്കും അച്ഛൻ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു ഡോക്ടറെ. ആഗ്രഹോ? എന്താ അദ്ദേഹം പറഞ്ഞത്? അല്ല, എന്റെ ഈ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അച്ഛന് ചേച്ചിയുടെ വിവാഹം കാണുന്നു ഭയങ്കര ആഗ്രഹമാണ്. അതൊരു ആഗ്രഹമായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറയണ്ട്, അങ്ങനെ അയാൾ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. അയാളുടെ അവസാന ആഗ്രഹങ്ങളായിട്ട് നിങ്ങൾ അത് കൂട്ടണം. എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാ നിങ്ങളുടെ അച്ഛൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ശരി, എങ്കിൽ അച്ഛന എപ്പോഴാ ഡിസ്ചാർജ് ആയ അതിനെ കുറിച്ചൊന്നും പറയാനായിട്ടില്ല. എന്നാലും അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, എല്ലാം ചെയ്യുക എന്നൊക്കെ പറയാം ഡോക്ടർ. ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കാർത്തികയും അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും കല്യാണി കാർത്തിക അടുത്ത് പറയണ്ട്, ചേച്ചി ഡോക്ടർ പറഞ്ഞൊക്കെ ചേച്ചി കേട്ടല്ലോ അല്ലെ? കേട്ടു മോളെ. ചേച്ചിയുടെ വിവാഹക്കാരിയോ ഡോക്ടറും പറയണത്. അച്ഛന്റെ ആഗ്രഹം അത് തന്നെയാണല്ലോ മോളെ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് മോളെ. മോൾക്കറിയാലോ എന്നെ സഹായിക്കുന്നത് കൊണ്ട് നിനക്കും കിരണിനും നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. എന്തിന് കിരണിന്റെ അച്ഛനും അമ്മക്ക് വരെ അപകടങ്ങൾ വന്നില്ലേ? അതുകൊണ്ടാ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ. എനിക്കറിയാത്ത ഒരാള് ഏതോ എവിടെയോ കിടക്കുന്ന സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാള് അയാൾ എന്റെ ജീവിതത്തിലേക്ക് വന്ന് അയാളുടെ ജീവിതം നശിച്ചു പോകുന്നുള്ള പേടി മാത്രമേ ഉള്ളൂ മോളെ എനിക്ക് എന്ന് കാർത്തിക പറയുമ്പോ അത് കേൾക്കുമ്പോ കല്യാണിക്ക് വിഷമാവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.